വിയറ്റ്നാമിലേക്കുള്ള 7.5 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിരുന്ന് നടുവൊടിഞ്ഞെന്ന് കംപ്ലൈന്റ് പറഞ്ഞ് അവസാനം ഹോച്ചിമിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ 1.5 മണിക്കൂറാണ് ഇമിഗ്രേഷനിൽ നിന്നത്. അതോടെ ആ സങ്കടം അങ്ങ് മാറിക്കിട്ടി. എയർപോർട്ടിൽ നിന്ന് ഡാറ്റ മാത്രമുള്ള നമ്പർ ഇല്ലാത്ത സിം കാർഡ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയത്. പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റി ടൂറിന് ഇറങ്ങി തിരിച്ചു. ചെറിയ കുട്ടികളില്ലാന്നുണ്ടെങ്കിൽ കൂച്ചി ടണൽ, മീകോങ് ഡെൽറ്റ പോലെയുള്ള ഫുൾ ഡേ ആക്ടിവിറ്റീസ് വേറെയുണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ 2 കുറ്റിപ്പട്ടാളുള്ളതുകൊണ്ട് ആ പണിക്കൊന്നും നിന്നില്ല. നേരെ സിറ്റി ടൂറിനാണ് പോകുന്നത്. 1.5 ചൂടും പുഴുങ്ങലും ആയിരുന്നു ഫുൾ ഡേ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ജ്യൂസ് ഷോപ്പിൽ കയറി ഓരോരോ തണുത്ത ജ്യൂസ് കുടിക്കലായിരുന്നു പ്രധാന പണി. കാര്യം 50-55 ഡിഗ്രി ഒക്കെയുള്ള സ്ഥലത്താണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിലും നേരെ കാർ പാർക്കിങ്ങിലേക്ക് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള മാളിലേക്ക് ഓടിക്കേറി മാത്രം ശീലമുള്ളത് കൊണ്ട് നല്ല ചൂടത്തിരുന്ന ഒരു വിധമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. ഇവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് നല്ലത് ഒന്നുകൂടി ആംഗ്യ ഭാഷയിൽ നന്നായി പ്രാവീണ്യം നേടിയതിനു ശേഷം ഇങ്ങോട്ട് വരുന്നതായിരിക്കും. കാരണം അവർ പറയുന്ന ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവില്ല. ഇവരുടെ പൈസ 10,000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. അതുകൊണ്ട് വാരിക്കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇവിടെ വിയറ്റ്നാം ബാങ്ക് പോലെയുള്ള കുറേയധികം ATMs ഉണ്ട്, അവിടുന്ന് വിത്ഡ്രോ ചെയ്യാം. പുതിയ പരീക്ഷണങ്ങൾ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും വിയറ്റ്നാമിലെ ഫുഡ് ഇഷ്ടാവും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മുഖം ഒന്ന് ചുളിയുന്നുണ്ടെങ്കിലും ആ പരീക്ഷണത്തിലൂടെയാണല്ലോ നമ്മൾ വിജയങ്ങളിലേക്ക് എത്തുന്നത്. സന്തോഷ് ജോർജ് കൊളങ്ങര പറഞ്ഞ ഈ അർദ്ധനഗ്നരായ തരുണിമണികളുടെ ഇടയ്ക്ക് ഞങ്ങൾ അബദ്ധത്തിൽ വന്ന് പെട്ടതാണ്. പക്ഷെ വൈബ് വേറെ തന്നെയായിരുന്നു. ഇവിടുത്തെ സാധാരണ സൂപ്പർ മാർക്കറ്റിലെ സ്നാക്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇന്ത്യയിലെ ഊബർ പോലെ വിയറ്റ്നാമിലെ ആപ്പാണ് ഗ്രാബ്. എവിടെ പോകാനും ഈസി ആയിട്ട് ഗ്രാബ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും.